എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വളരെ പുരാതനമായ ഒരു ഗ്രന്ഥം തുറക്കാൻ പോവുകയാണ്. ഇയ്യാഷാർ ഗ്രന്ഥം. എന്തിനാണെന്നോ, അബ്രഹാം എന്ന ഒരു സാധാരണ മനുഷ്യന്റെ, എന്നാൽ അസാധാരണമായ ഒരു വിശ്വാസയാത്രയുടെ കഥയറിയാൻ. അപ്പോ കഥ തുടങ്ങുന്നത് ഇങ്ങനെയാണ്. ഒരു ദൈവീകമായ കൽപ്പനയും അതോടൊപ്പം ഒരു വലിയ വാഗ്ദാനവും. ഇതൊരു സാധാരണ കൽപ്പനയായിരുന്നില്ല കേട്ടോ. അബ്രഹാമിന്റെ ജീവിതം മാത്രമല്ല, ചരിത്രത്തിന്റെ ഗതി തന്നെ മാറ്റാൻ പോകുന്ന ഒരു യാത്രയുടെ തുടക്കമായിരുന്നു അത്. ഒരു സാധാരണ മനുഷ്യൻ ഒരു വലിയ ജനതയുടെ പിതാവായി മാറുന്നതിന്റെ ആദ്യത്തെ പടി. അന്ന് അദ്ദേഹത്തിന്റെ പേര് അബ്രഹാം എന്നായിരുന്നു. പ്രായം 75 വയസ്സ്. ആ പ്രായത്തിലാണ് അദ്ദേഹം ഈ വിളി കേട്ട് ഇറങ്ങിപ്പുറപ്പെടുന്നത്. ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ. ജീവിതം ഒരുവിധം സെറ്റായി, എല്ലാം ഉപേക്ഷിച്ച് എങ്ങോട്ടെന്നറിയാത്തൊരു നാട്ടിലേക്ക് പോകാൻ അദ്ദേഹം കാണിച്ച ആ ധൈര്യം, അത് ചില്ലറ കാര്യമാണോ? പക്ഷേ അവിടെ എത്തിയപ്പോൾ എന്താ സംഭവിച്ചത്? വാഗ്ദാനം ചെയ്യപ്പെട്ടത് സമൃദ്ധിയുടെ നാടായിരുന്നെങ്കിലും അദ്ദേഹത്തെ വരവേറ്റത് കഠിനമായൊരു ക്ഷാമമായിരുന്നു. ഇതാണ് ദൈവത്തിലുള്ള അദ്ദേഹത്തിന്റെ വിശ്വാസത്തിന് കിട്ടിയ ആദ്യത്തെ വലിയൊരു ടെസ്റ്റ്. വാഗ്ദാനങ്ങൾ ഒരു വശത്ത്, മറുവശത്ത് കൺമുന്നിലുള്ള പച്ചയായ യാഥാർത്ഥ്യവും. ഈ പുതിയ ദേശങ്ങളിൽ അബ്രഹാമിന് ഒരുപാട് പ്രതിസന്ധികൾ നേരിടേണ്ടി വന്നു. അത് അദ്ദേഹത്തിന്റെ ബുദ്ധിയും നേതൃത്വവും എല്ലാത്തിനുമുപരി ദൈവത്തിലുള്ള വിശ്വാസവും പരീക്ഷിക്കുന്ന ഒന്നായിരുന്നു. അങ്ങനെ ആദ്യത്തെ പരീക്ഷണം വരുന്നത് ഈജിപ്തിൽ വെച്ചാണ്. സ്വന്തം ജീവൻ രക്ഷിക്കാൻ വേണ്ടി സുന്ദരിയായ ഭാര്യ സാറായിയോട് തന്റെ സഹോദരിയാണെന്ന് പറയാൻ അദ്ദേഹം ആവശ്യപ്പെടുന്നു. ശരിക്കും പറഞ്ഞാൽ എത്ര വലിയ വിശ്വാസിയാണെങ്കിലും ഒരു മനുഷ്യന്റെ ഉള്ളിലുള്ള ആ ഭയവും ബലഹീനതയുമൊക്കെയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. കനാനിൽ തിരിച്ചെത്തിയപ്പോഴോ സമ്പത്തൊക്കെ വർദ്ധിച്ചപ്പോൾ പ്രശ്നങ്ങളും തുടങ്ങി, അതും സ്വന്തം കുടുംബത്തിൽ തന്നെ. അദ്ദേഹത്തിന്റെയും മരുമകനായ ലോത്തിന്റെയും ഇടയന്മാർ തമ്മിൽ വഴക്കായി. സമാധാനത്തിനു വേണ്ടി അബ്രഹാം ഒരു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായി. പക്ഷേ ലോത്ത് തിരഞ്ഞെടുത്ത വഴി, അതവനെ കൊണ്ടെത്തിച്ചത് വലിയൊരു അപകടത്തിലേക്കായിരുന്നു. അധികം താമസിച്ചില്ല. ലോത്ത് താമസിക്കാൻ തിരഞ്ഞെടുത്ത ആ സോദോം പട്ടണം ആക്രമിക്കപ്പെട്ടു. വെറുമൊരാക്രമണമല്ല, ഏകദേശം 8 ലക്ഷം പേരടങ്ങുന്നൊരു ഭീമൻ സൈന്യമാണ് വന്നത്. സ്വാഭാവികമായും ലോത്തിനെ അവർ തടവുകാരനായി പിടിച്ചുകൊണ്ടുപോയി. ഇനിയാണ് ശരിക്കുമുള്ള ട്വിസ്റ്റ്. 8 ലക്ഷം വരുന്ന സൈന്യത്തിനെതിരെ തന്റെ മരുമകനെ രക്ഷിക്കാൻ അബ്രഹാം പോകുന്നത് വെറും 318 പേരെയും കൂട്ടിയാണ്. ഇതൊരു ആത്മഹത്യാപരമായ നീക്കമായിരുന്നില്ലേ? അല്ല, അത് ദൈവത്തിലുള്ള അദ്ദേഹത്തിന്റെ വിശ്വാസത്തിന്റെ തെളിവായിരുന്നു. ആ രാത്രിയിൽ അദ്ദേഹം നടത്തിയ മിന്നലാക്രമണത്തിൽ അവിശ്വസനീയമായൊരു വിജയം നേടുകയും ചെയ്തു. ഇങ്ങനെയുള്ള കഠിനമായ പരീക്ഷണങ്ങളിലൂടെയൊക്കെ കടന്നുപോയ അബ്രഹാമിന്റെ വിശ്വാസം കണ്ടപ്പോൾ ദൈവം തന്റെ വാഗ്ദാനത്തിന് ഒരു ഔദ്യോഗിക സ്ഥിരീകരണം നൽകുകയാണ്. അതായത്, അതൊരു സാധാരണ വാഗ്ദാനത്തിൽ നിന്ന് ഒരിക്കലും ലംഘിക്കാനാവാത്ത ഒരു ഉടമ്പടിയായി മാറുന്നു. ഈ ഉടമ്പടിയുടെ ഭാഗമായി അവരുടെ പേരുകൾ പോലും മാറി. അബ്രാം എന്നത് അബ്രഹാമായി, അതായത് ഒരുപാട് ജനതയുടെ പിതാവ്. സാറായി എന്നത് സാറായി, അതായത് രാജകുമാരി. ഈ പേരുകൾ വെറുമൊരു മാറ്റമായിരുന്നില്ല, മറിച്ച് അവരുടെ പുതിയ ഭാവിയുടെയും ആ ദൈവിക വാഗ്ദാനത്തിന്റെയും ഒരു ഉറപ്പായിരുന്നു അത്. ദൈവവും അബ്രഹാമും അദ്ദേഹത്തിന്റെ പിൻഗാമികളും തമ്മിലുള്ള ഈ പ്രത്യേക ഉടമ്പടിക്ക് ഒരു അടയാളം വേണമല്ലോ, തലമുറകളോളം നിലനിൽക്കുന്ന ഒന്ന്. അതിന്റെ ഭാഗമായിട്ടാണ് പരിച്ഛേദനം എന്ന ശാരീരികമായൊരു അടയാളം നിർദ്ദേശിക്കപ്പെട്ടത്. അങ്ങനെ ഉടമ്പടിയുടെ ഏറ്റവും വലിയൊരു ഭാഗം വരുന്നു, അവരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സ്വപ്നം. വർഷങ്ങളോളം കുട്ടികളില്ലാതെ ഒരുപാട് നിരാശയിലൂടെ കടന്നുപോയ 100 വയസ്സുകാരനായ അബ്രഹാമിനും 90 വയസ്സുകാരിയായ സാറയ്ക്കും ഒരു മകൻ ജനിക്കുമെന്ന വാഗ്ദാനം. തീർത്തും അസാധ്യമെന്ന് തോന്നുന്ന ആ സ്വപ്നം യാഥാർത്ഥ്യമാവുകയാണ്. പക്ഷേ ആ സന്തോഷത്തിന് അധികം ആയുസ്സുണ്ടായിരുന്നില്ല. അതിനു പിന്നാലെ വന്നത് ഒരുപക്ഷേ ഒരു മനുഷ്യന് നേരിടാൻ കഴിയുന്നതിൽ വെച്ച് ഏറ്റവും വലിയ പരീക്ഷണമായിരുന്നു. ഇതുവരെ കിട്ടിയ എല്ലാ വാഗ്ദാനങ്ങളെയും റദ്ദു ചെയ്യുന്നതുപോലെ തോന്നിക്കുന്ന ഒരു കൽപ്പന. അങ്ങനെ അവർ മോറിയ മലയിലേക്ക് യാത്ര തിരിച്ചു. അപ്പോഴും മകനായ ഇസ്ഹാക്കിനറിയില്ലായിരുന്നു എന്തിനാണ് ഈ യാത്രയെന്ന്. അവന്റെ ആ നിഷ്കളങ്കമായ ചോദ്യമുണ്ടല്ലോ, അച്ഛാ, തീയും വിറകുമൊക്കെയുണ്ട്, പക്ഷേ ബലി കഴിക്കാനുള്ള കുഞ്ഞാടെവിടെ എന്ന്. ആ ചോദ്യം ഒരച്ഛന്റെ നെഞ്ചിൽ എന്തുമാത്രം തീ കോരിയിട്ടിട്ടുണ്ടാകും. അപ്പോൾ അബ്രഹാം ആ സത്യം വെളിപ്പെടുത്തുകയാണ്. ഒരച്ഛനും മകനോട് പറയാൻ ആഗ്രഹിക്കാത്ത വാക്കുകൾ. കുഞ്ഞാടിനു പകരം ദൈവം തിരഞ്ഞെടുത്തിരിക്കുന്നത് നിന്നെയാണ് മോനെ. ഇതൊരു വെറും അനുസരണമല്ല, ഇതിനെ പൂർണ്ണമായ സമർപ്പണം എന്നല്ലാതെ മറ്റൊന്നും വിളിക്കാനാവില്ല. അത്ഭുതമെന്ന് പറയട്ടെ, ഇസ്ഹാക്കിന്റെ മറുപടി എന്തായിരുന്നുവെന്നോ? ദൈവം അങ്ങയോട് പറഞ്ഞതെന്താണോ അത് ഞാൻ സന്തോഷത്തോടെ ചെയ്യാം. ഒരു തുള്ളി കണ്ണുനീരോ എതിർപ്പോ ഇല്ലാതെ ആ മകൻ തന്റെ പിതാവിന്റെ വിശ്വാസത്തിൽ പങ്കുചേരുകയാണ്. അവരുടെ ആ വിശ്വാസത്തിന്റെ ആഴം എത്ര വലുതാണെന്ന് നോക്കിക്കേ. അങ്ങനെ അബ്രഹാം കത്തിയുയർത്തുന്ന ആ അവസാന നിമിഷം സ്വർഗത്തിൽ നിന്നൊരു ശബ്ദം അദ്ദേഹത്തെ തടയുന്നു. തൊട്ടപ്പുറത്തുള്ള കുറ്റിക്കാട്ടിൽ കൊമ്പുടക്കി കിടക്കുന്ന ഒരു ആടിനെ ദൈവം പകരമായി നൽകി.
ആ പരീക്ഷണത്തിൽ അബ്രഹാം വിജയിച്ചു. വാഗ്ദാനം നൽകുന്ന ദൈവം തന്നെ വഴിയൊരുക്കും എന്നതിന്റെ ഏറ്റവും വലിയൊരു തെളിവായി അത് മാറി. അങ്ങനെ ആ വലിയ പരീക്ഷണത്തിനു ശേഷം അബ്രഹാമിന്റെ ജീവിതയാത്ര അതിന്റെ അവസാന ഘട്ടങ്ങളിലേക്ക് കടക്കുകയാണ്. ഇനി അദ്ദേഹത്തിന്റെ ശ്രദ്ധ ഈ ദൈവിക വാഗ്ദാനങ്ങൾ അടുത്ത തലമുറയിലേക്കും തുടരുന്നുവെന്ന് ഉറപ്പുവരുത്തുന്നതിലാണ്. അതിനായി അദ്ദേഹം 2 പ്രധാന കാര്യങ്ങൾ ചെയ്തു. ഒന്ന്, തന്റെ പ്രിയപ്പെട്ട ഭാര്യ സാറ മരിച്ചപ്പോൾ കനാൻ ദേശത്ത് തന്നെ ഒരു സ്ഥലം വിലകൊടുത്തു വാങ്ങി, വാഗ്ദത്ത നാട്ടിൽ അദ്ദേഹത്തിന്റെ ആദ്യത്തെ ഔദ്യോഗികമായ കൈവശാവകാശം. 2, മകനായ ഇസ്ഹാക്കിനൊരു ഭാര്യയെ കണ്ടെത്താനായി തന്റെ വിശ്വസ്തനായ ദാസനെ സ്വന്തം നാട്ടിലേക്ക് അയച്ചു. അങ്ങനെ ആ പാരമ്പര്യം മുറിഞ്ഞുപോകാതെ അടുത്ത തലമുറയിലേക്ക് കൈമാറുമെന്ന് അദ്ദേഹം ഉറപ്പുവരുത്തി. അപ്പോൾ തന്റെ വീടും നാടും വിട്ടിറങ്ങാനുള്ള ഒരു കൽപ്പനയിൽ തുടങ്ങി. ഒടുവിൽ സ്വന്തം മകനെ ബലികൊടുക്കാൻ പോലും തയ്യാറായ അബ്രഹാമിന്റെ ഈ ജീവിതയാത്ര അത് നമ്മളോട് എന്താണ് പറയുന്നത്? സംശയവും ഭയവും ബലഹീനതയുമൊക്കെയുള്ളൊരു സാധാരണ മനുഷ്യൻ എങ്ങനെയാണ് വിശ്വാസത്തിന്റെ പര്യായമായി മാറിയത്? എന്താണ് യഥാർത്ഥത്തിൽ വിശ്വാസം? അതിന്റെ പരിധികൾ എവിടെയാണ്? ഈ ചോദ്യങ്ങൾ നമുക്ക് മുന്നിൽ അവശേഷിപ്പിച്ചുകൊണ്ടാണ് അബ്രഹാമിന്റെ കഥ അവസാനിക്കുന്നത്.